വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജ്ഞാനപുസ്തകത്തിൻ്റെ 15-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ അറിയുന്നതാണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനമെന്നും വിഗ്രഹാരാധന വ്യർത്ഥവും മൂഢത്വവുമാണ് എന്നുമാണ്. കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാത്ത നാസാരന്ധ്രങ്ങളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരലുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളുമുള്ള മ്ലേച്ഛ വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു. ജ്ഞാനപുസ്തകം 15-ാം അധ്യായം 15-ാം തിരുവചനം. ജ്ഞാനപുസ്തകത്തിൻ്റെ 16-ാം അധ്യായം ദൈവത്തിൻ്റെ ശക്തിയും കരുണയും അവൻ തൻ്റെ ജനത്തെ രക്ഷിക്കുന്ന വിധവും ദുഷ്ടരെ ശിക്ഷിക്കുന്ന വിധവും വിശദീകരിക്കുന്നു. പ്രത്യേകിച്ച് മരുഭൂമിയിൽ ഇസ്രായേലർക്ക് ലഭിച്ച മന്ന ഭക്ഷണവും രോഗശാന്തിയും ദൈവത്തിൻ്റെ കരുണയും നീതിയും തമ്മിലുള്ള ബന്ധവും ഇവിടെ പ്രതിപാദിക്കുന്നു. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനപുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം. ജ്ഞാനപുസ്തകത്തിൻ്റെ 17-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ദുഷ്ടരുടെ ജീവിതം ഭീതിയിലും അന്ധകാരത്തിലുമാണെന്നും ദൈവത്തെ നിരസിക്കുന്നവർക്ക് സമാധാനമില്ല എന്നും നീതിമാന്മാർക്ക് ദൈവത്തിൻ്റെ പ്രകാശവും സുരക്ഷയും ലഭിക്കും എന്നുള്ളതാണ്. വിശുദ്ധജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ്. നിത്യപരിപാലനയിൽ നിന്ന് പുറപ്പെട്ട് അവർ അവയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. ജ്ഞാനപുസ്തകം 17-ാം അധ്യായം 12-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.